എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഇഷിതയും മഹേഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇഷിതയ്ക്ക് മനസ്സിലായി മഹേഷിന് തന്നോട് ഇഷ്ടമുണ്ട്, മഹേഷിന്റെ ഉള്ളിൽ തന്നോട് നല്ലൊരു പ്രണയം ഉണ്ടെന്നൊക്കെയാണ്. അതുപോലെ തന്നെ മഹേഷിന് മനസ്സിലായി ഇഷിതയ്ക്ക് മുമ്പത്തെ പോലെയല്ല തന്നോട് ഇഷ്ടമുണ്ടെന്ന്. പക്ഷെ രണ്ടുപേർക്കും അത് തുറന്നു പറയാനായിട്ടൊരു മടി. പിന്നീട് ഇഷിത പറഞ്ഞു, അതെ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കാൻ പോവാന്ന് പറഞ്ഞ് ഇഷിത കയറി കിടന്നു. ആ സമയത്ത് മഹേഷും കിടക്കുവാണ്. രണ്ടുപേരും ഓരോന്നോരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കൗണ്ടറുകളൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് കിടക്കുവാണ്. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്ന പോലും ഇല്ലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി മഹേഷ് എന്തെടുക്കുവാന്ന്. അപ്പം മഹേഷും തിരിഞ്ഞു നോക്കുവാണ്. പെട്ടെന്ന് രണ്ടുപേരും നേർക്ക് നേരെ വന്നു. പിന്നീട് ഇഷിത എന്താ നോക്കണമെന്ന് ചോദിക്കാം. മഹേഷ് പറഞ്ഞു, അതെന്താ എനിക്ക് നോക്കത്തില്ലെന്ന് ചോദിക്കാം. ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചാ. അല്ല നീ എന്തിനാ നോക്കണേ? ഞാൻ ചുമ്മാ നോക്കിയതാ. എന്നാ പിന്നെ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം. ഇത് കേട്ടപ്പം ഇഷിത പറഞ്ഞു, അതെ എനിക്ക് മാത്രമല്ല മഹേഷിനും കിടന്ന് ഉറങ്ങാലോ എന്ന് പറയണം. അത് പിന്നെ എനിക്കെന്തോ ഉറക്കം വന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, എനിക്കും ഉറക്കം വരുന്നില്ലെന്ന് പറയണം. പിന്നെ രണ്ടുപേരും കണ്ണി ഇങ്ങനെ നോക്കിക്കിടക്കുവാണ്. അങ്ങനെ കണ്ണി കുറെ സമയം നോക്കിക്കിടന്ന് രണ്ടുപേരും അറിയാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോവാണ്. രണ്ടുപേരുടെ ഉള്ളിലെ പ്രണയം പക്ഷെ തുറന്നു പറയാനായിട്ട് രണ്ടുപേർക്കും ഒരു മടിയുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ. പക്ഷെ ഇഷിതയ്ക്ക് മനസ്സിലായി തന്റെ ജീവിതത്തിലേക്ക് ഒരു പക്ഷേ ഇത്രയും നല്ലൊരു ബന്ധം തനിക്ക് കിട്ടാൻ പോകുന്നില്ല. തന്റെ അച്ഛൻ തനിക്ക് വേണ്ടിയിട്ട് മഹേഷിനെ കണ്ടുപിടിച്ചാണ്. മഹേഷ് ഒരാളൊരു പാവാന്നുള്ള കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ ഇഷിതേനെ കുറിച്ചും മഹേഷിന് അതുപോലത്തെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. എന്തിനും പോകുന്ന പെണ്ണ് തനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്രയും കാലത്തെ പോലെ രചനയോടൊപ്പമുള്ള ജീവിതം പോലെയല്ല, ഇഷിതയ്ക്ക് എന്തിനും കാര്യപ്രാപ്തിയുണ്ട്. അവൾ മിടുക്കിയാണ്. തന്റെ മോളെ അല്ലെങ്കിൽ തന്നെ തന്റെ ജീവിതത്തെ തന്നെ ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ഇഷിതയ്ക്ക് സാധിക്കുമെന്ന് മഹേഷിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഇഷിത ഇച്ചിരി താമസിച്ചാണ് എഴുന്നേറ്റ്. അന്ന് രാവിലെ തന്നെ മഹേഷ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. മഹേഷ് എഴുന്നേറ്റ് ജോഗിങ് കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേനും അവിടെ പ്രിയാമണി നിൽക്കുന്നുണ്ട്. ആഹാ മോനോ, രാവിലെ ജോഗിങ്ങിന് പോയെന്ന് ചോദിക്കാം. അതേമ്മയെന്ന് പറയണം. അല്ല ഇഷു എന്തിയെ? ഇഷു എഴുന്നേറ്റില്ല എന്ന് പറയണം. ആണ് എന്നാ ബാ മോൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം. ചായയോ? ബാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷി വെച്ചു, ആഹാ രാവിലെ തന്നെ നടത്തം കഴിഞ്ഞ് വന്നാണ് നിൽക്കുക. അതേ അച്ഛാന്ന് പറയാണ്. പിന്നീട് വിശേഷങ്ങളൊക്കെ ചോദിക്കണം. ആ സമയത്ത് പ്രിയാമണി ചായ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ പ്രിയാമണി ചായ കൊണ്ടേ കൊടുക്കുകയാണ്. ചായ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ചായ കുടിച്ചിട്ട് മഹേഷ് പറഞ്ഞു, അതെ ഞാൻ പോയിട്ട് പിന്നെ വരാം എന്ന് പറയണം. എന്താ മോനെ ചായ കുടിച്ചിട്ട് പോയാൽ മതി, അല്ലേ ചിലപ്പോൾ ഇപ്പൊ ഇഷിത എഴുന്നേറ്റിട്ടുണ്ടായിരിക്കും, കുറെ സമയമല്ലേ ഞാൻ ജോഗിന് പോയിട്ടെന്ന് പറയണം. എന്നും പറഞ്ഞിട്ട് മഹേഷ് ആ ചായയായിട്ട് നേരെ വീട്ടിലേക്ക് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇഷിത എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇഷിത എഴുന്നേറ്റിരിക്കുവായിരുന്നു. അപ്പം ഈ ചായ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, അല്ല രാവിലെ മഹേഷ് എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മഹേഷ് ശാന്ത, എനിക്ക് ചായ ഒന്നും ഇടാൻ അറിയാമല്ലേ, എനിക്ക് ചായയൊക്കെ ഇടാൻ അറിയാന്ന് പറയാം. പിന്നെ ചായ ഇടാൻ അറിയാം, അന്നെങ്കിൽ ഇതൊരു കാര്യം ചെയ്യാം, ഈ ചായ ഒന്ന് കുടിച്ചു നോക്കാൻ പറയണം. അങ്ങനെ ഇപ്പത്തിന് ഇഷിത അങ്ങതാട്ട് ഞാൻ കുടിച്ചു നോക്കിയിട്ട് പറയാന്ന് പറയണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, പിന്നെ ഇത്ര നല്ല ചായ എന്താണെങ്കിലും മഹേഷ് ഇടല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം. എന്നാ വേണ്ട ഇങ്ങോട്ട് വന്നേരെ, നീ കുടിക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, വേണ്ട വേണ്ട ഞാൻ കുടിച്ചു നോക്കാം, കുടിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം നല്ലതാണോ കൊള്ളത്തില്ലേന്നൊക്കെ. അങ്ങനെ ഇഷിത ഇത്തിരി കുടിച്ചു നോക്കി. ഇഷിത ഇച്ചിരി കുടിച്ചു നോക്കി പറഞ്ഞു, ഈ ചായ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ചായയുടെ ടേസ്റ്റാന്ന് പറയണം. പിന്നെ നിന്റെ അമ്മയ്ക്ക് മാത്രമേ അങ്ങനെ ചായ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. പിന്നെ അല്ല ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ചായയുടെ ടേസ്റ്റ് തന്നെയെന്ന് പറയണം. വെറുതെ കള്ളത്തരം പറയില്ല, ഇത് ഞാൻ ഉണ്ടാക്കിയ ചായ എന്ന് പറയണം. ഇഷിതയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല, എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ഇഷിത രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അടുക്കള നിൽക്കുന്ന സമയത്താണ് സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമിത്ര പറഞ്ഞു, അല്ല രാവിലെ ഒരാൾ ചായയൊക്കെ മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറയണം. ചായ മേടിച്ചോണ്ടോ? അതെ മഹേഷൻ രാവിലെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതെ ഇളയമ്മ ചായയൊക്കെ എടുത്ത് കൊടുത്താരെന്ന് പറയും. ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ, അങ്ങനെ വരട്ടെ. എന്നിട്ട് എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ചായയാന്ന്. അതെ ഇളയമ്മ ഉണ്ടാക്കിയ ചായ, അത് ഇഷിതേച്ചിക്ക് മനസ്സിലായില്ലേ നിൽക്കും. എനിക്ക് മനസ്സിലായി, ഞാനപ്പം അത് മഹേഷിനോട് ചോദിക്കുകയും ചെയ്താ. പക്ഷെ മഹേഷ് സത്യം പറഞ്ഞില്ലെന്ന് പറയാ. ഇപ്പം മനസ്സിലായില്ലേ ഭർത്താവിന്റെ കള്ളത്തരം എന്താന്ന്. അയ്യടാ എന്നാ ഇന്ന് കള്ളത്തരം കയ്യോടെ പിടികൂട്ടതിന്റെ കാര്യമുള്ളൂ. പിന്നീട് നേരെ മുറിയിലേക്ക് എല്ലുവാണ്. ആ സമയം മഹേഷോട് ഇരിപ്പുണ്ട്. അല്ല ചായ ആരുണ്ടാക്കിയതാന്നാ പറഞ്ഞേ? ഞാന്. വെറുതെ അല്ല ചിപ്പിമോള് കള്ളത്തരം പറയുന്നേ, അച്ഛനെ കണ്ടല്ലേ മോള് പഠിക്കുന്നേ. അച്ഛന്റെ കള്ളത്തരങ്ങളെല്ലാം മോൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. അതിനിപ്പോ ഞാനെന്താ കള്ളത്തരം പറയുന്നേ? പിന്നെ എന്റെ അമ്മയുടെ കൈപ്പുണ്ണ് എനിക്കറിയാവുന്ന കാര്യമല്ലേ, എന്റെ അമ്മ ഉണ്ടാക്കിയ ചായ എന്നൊക്കെയുള്ള കാര്യം എനിക്കറിയാന്ന് പറയണം. പിന്നെ നിന്റെ അമ്മയ്ക്ക് മാത്രമേ ചായ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ, ഇനി കള്ളത്തരം പറയണ്ട. സൂത്ര എന്നോട് പറഞ്ഞു രാവിലെ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു, അവിടെ ചായ കിട്ടിയെന്നൊക്കെ.
ഇത് കേട്ടതും മഹേഷ് ഒന്ന് ചമ്മി. അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട വീണെടുത്ത് കിടന്ന് ഉരുണ്ട് കളിക്കേണ്ടെന്നൊക്കെ പറയണം. പിന്നീട് സുചിത്ര വരികയാണ്. സുചിത്ര മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിനോദിന്റെ മിസ്ഡ് കോള് കണ്ടായിരുന്നു. പിന്നീട് വിനോദനെ തിരിച്ചു വിളിക്കുകയാണ്. എന്താ വിനോദേ, നമ്മളെയൊക്കെ മറന്നുപോയോ? ഇങ്ങോട്ടൊരു വിളി പോലും ഇല്ലല്ലോ എന്ന് പറയണം. അത് പിന്നെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ സുചിത്ര, അതുകൊണ്ടാന്ന് പറയണം. ആയിക്കോട്ടെ, നമ്മുടെ കാര്യത്തിൽ ഉടനെ വല്ല തീരുമാനമാവുമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ അവൾ സുചിത്ര പറഞ്ഞു, തീരുമാനത്തിനൊന്നും കുഴപ്പമില്ല, പക്ഷേങ്കില് ഇഷിതേച്ചി ഗ്രീൻ സിഗ്നല, പക്ഷെ ഏട്ടൻ സമ്മതിക്കുമെന്ന് തോന്നില്ല മഹേഷ് ഏട്ടൻ. അതെന്താ? അല്ല, ഏട്ടനോട് പറഞ്ഞിട്ടില്ല, ഏട്ടൻ്റെ അടുത്ത് പ്രസന്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഇളയച്ചനും ഇളയമ്മയ്ക്കും ഒന്നും കുഴപ്പമില്ലാന്ന് തോന്നേ, പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല എന്ന് പറയണം. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം പറഞ്ഞേക്കാം, ഏട്ടൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാനെനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറയണേ. അതെന്താ? മഹേഷയുടെ സമ്മതിച്ചില്ലെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറയണേ. അല്ല, അത് പിന്നെ എല്ലാവരുടെ സമ്മതത്തോണ്ട് കൂടെ വേണ്ടേ സുജി നമ്മളൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഇനിയിപ്പം നിന്റെ ഏട്ടന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഓ അങ്ങനെ, അതിപ്പം നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കാണ്. വിനോദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, വിനോദ് ഇവിടെ വന്ന് കല്യാണം ചോദിക്കണം, പെണ്ണ് ചോദിക്കണം. പെണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം, അല്ലാതെ ഒരു കാരണവശാലും വിനോദിൻ്റെ കൂടെ ഞാൻ ഇറങ്ങി വരാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട വിനോദ് പറഞ്ഞു, അതിന് കുറച്ച് കാലം അവിടെ കാത്തിരിക്കേണ്ടി വരും, ഇടപെടിയൊന്നും നടക്കത്തില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് തീർക്കാണ്ടെന്ന് പറയും. ഇനി ചെയ്ത് തീർക്കാനോ? കല്യാണപ്രായമായി ഇവിടെ, അല്ലെങ്കിൽ തന്നെ ഇളയമ്മ ഇളയച്ചനൊക്കെ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി. അച്ഛനും അമ്മയോടൊക്കെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് സുചിത്രനെ കെട്ടിച്ചു കൊണ്ടെന്നൊക്കെ പറയാം. ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഒഴിവൊഴികൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എത്ര നാളെന്ന് വെച്ചാൽ എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നേ. വന്ന് പെണ്ണ് ചോദിച്ചില്ലേ പിന്നെ ഞാൻ കൈവിട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറയാം. ഓഹോ, അങ്ങനെയാണോ? എന്നാ പിന്നെ നീ ആരെയാണ് പോയി കല്യാണം കഴിച്ചങ്ങ് ജീവിക്കാൻ പറയണം. സുചിത്ര കൊള്ളാലോ ആള്, ഇത്ര പെട്ടെന്ന് വന്നാലും കാര്യം വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ കുറച്ച് സമയം കൂടെ അവർ സംസാരിച്ചതിന് ശേഷമാണ് ഫോൺ വെക്കുന്നത്. ഈ സമയത്ത് ആദിയുടെ അടുത്തേക്ക് ആകാശം ഇല്ലുവാണ്. ആകാശം എന്നിട്ട് പറഞ്ഞു, മോന് ഇന്ന് സ്കൂൾ വണ്ടി വരും, മോനെ കൊണ്ടാനെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ല ഡാഡി എന്ന് പറയാം. കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, പിന്നെ അറിയാലോ മോൻ 50,000 രൂപ വന്നിട്ടുണ്ട്, അതൊക്കെ അവിടുത്തെ കുട്ടികളോടൊപ്പം പോയി അടിച്ചു പൊളിക്കാനുള്ളതെന്ന് പറയാം. അതൊക്കെ എനിക്കറിയാം, അതുകൊണ്ടല്ലേ എനിക്ക് ഡാഡീനെ ഇത്രമാത്രം ഇഷ്ടമെന്ന് ചോദിക്കുക. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മോൻ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ വന്ന് ഈ സ്കൂളിലാണ് വന്ന് പഠിക്കാനുള്ളതെന്ന് പറയാം. അതെനിക്കറിയാം, ഡാഡി എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇവിടെയാണെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, മോന്റെ കാറ് മോന് ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടു, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം. അതല്ല, ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മോനെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് ഒരു അങ്കിള് കാണും, അത് അവരായിരിക്കും മോനെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്. മോന് വേണ്ടിയിട്ട് മാത്രമുള്ള വണ്ടി അത്. എപ്പം മോന് പുറത്ത് പോകണമെങ്കിലും ആ വണ്ടിക്ക് പുറത്ത് പോവാം, തിരിച്ചു വരിക ഒക്കെ ചെയ്യാന്ന് പറയണം. പിന്നെ വലുതായി കഴിയുമ്പോൾ മോന് ആളുടെ സഹായം ഒന്നും വേണ്ടി വരത്തില്ലല്ലോ എന്ന് പറയാം. അത് ശരിയാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എനിക്ക് ചെന്നിട്ട് പറയണം, എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇങ്ങനെ ആരും ഇതുവരെയായിട്ട് ഇത്രയും കാറൊന്നും ആരും സമ്മാനം കൊടുത്തിട്ടില്ലെന്ന് പറയണം, എനിക്കാണ് കിട്ടിയിരിക്കുന്നത് പറയാം. അത് പിന്നെ ഡാഡിക്ക് മോനോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് അങ്ങോട്ടേക്ക് പോവാം, ചേർത്ത് പിടിച്ചൊരു ഉമ്മയെ കൊടുത്തിട്ട്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ആദ്യത്തെ നിലത്തെങ്ങും അല്ല നിൽക്കുന്നത്. കാരണം ആദ്യത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ. ഇതുവരെയായിട്ടും തനിക്ക് ഇങ്ങനെ ഒരു സ്നേഹം ആരും തന്നിട്ടില്ലോ, തൻ്റെ സ്വന്തം ഡാഡി പോലും തന്നിട്ടില്ല. എന്തേലും വാങ്ങിച്ചോണ്ട് തന്ന എന്തേലും ചെറിയ സാധനമോ. പക്ഷെ ഇപ്പോഴും ഇവിടെ തനിക്ക് വാങ്ങിച്ചിരിക്കുന്ന ഗിഫ്റ്റ് വലിയൊരു കാറൊക്കെ തന്നെയാണ്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നിലത്തെങ്ങും അല്ല ആദ്യം നിൽക്കുന്നത്. പിന്നീട് ആകാശം അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും രചന അങ്ങോട്ടേക്ക് വരുന്നത്. രചന വെച്ചു, ആദ്യം കണ്ടോ സംസാരിച്ചു നിൽക്കും. അവൻ ഭയങ്കര സന്തോഷത്തിലാ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അവൻ ഇങ്ങോട്ടേക്ക് വരല്ലോ, ഇവിടുത്തെ സ്കൂളിലാണ് ചേർക്കണേന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം. പിന്നെ ആകാശ് ആ പൈസ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു, ആ പൈസ ഞാനങ്ങോട്ട് തിരിച്ചു വാങ്ങിയില്ലെന്ന് ചോദിക്കുക. തിരിച്ചു വാങ്ങാനോ? അല്ല, അവൻ എന്തിനാ ഇത്രയും രൂപയുടെ കാര്യം? ഫ്രണ്ട്സിനെ ട്രീറ്റ് ചെയ്യാനാണെങ്കിലും 50,000 രൂപയുടെ ആവശ്യമുണ്ടോ? കുട്ടികളുടെ കയ്യിൽ അത്രയും പൈസ ഇരിക്കുന്നൊന്നും ശരിയല്ല എന്ന് പറയണം. രചന, നീ വെറുതെ എന്നെ നിരുത്സാഹപ്പെടുത്തല്ല, ആദ്യം ഭയങ്കര വിഷമായി പോവും കണ്ടോ. ഇപ്പൊ തന്നെ അവൻ എന്നോടൊരു ഇഷ്ടമൊക്കെ ഉണ്ട്, ഇനി ഇപ്പൊ നീ ആയിട്ട് ആ ഇഷ്ടമൊന്നും ഇല്ലാതാക്കല്ലെന്ന് പറയാം. ഓ, ആകാശിന്റെ ഇഷ്ടം പോലെ. കാരണം എനിക്ക് ആദ്യയെക്കുറിച്ച് ഓർത്തിട്ട് നല്ല ടെൻഷനുണ്ട്, അവന്റെ പോക്ക് കണ്ടിട്ട് ഒരു ഭയമൊക്കെ തോന്നണമെന്ന് പറയണം. രചനെ, അവനെ നമുക്ക് തകർക്കണമെങ്കിൽ, മഹേഷിനെ തകർക്കണമെങ്കിൽ ആദ്യം നമുക്ക് കൂട്ടുപിടിച്ചല്ലേ മതിയാവുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യിച്ചു കൊണ്ടുവരണം. അല്ലാതെ അവനെ ഒത്തിരി സ്നേഹത്തോടെ നിന്റെ ഡാഡി നല്ലാന്നും പറഞ്ഞ് വളർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ആ കൂടെ അങ്ങോട്ട് പോകത്തുള്ളൂ. പിന്നെ നമ്മളോടൊപ്പം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അതിന് ഇങ്ങനത്തെയൊക്കെ ചില നമ്പറുകളൊക്കെ ഇറക്കിയാലോ കാര്യമുള്ളെന്ന് പറയണം. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ശേഷം ഇനിയിപ്പോൾ ആദിക്ക് വലിയൊരു അപകടമൊക്കെ സംഭവിക്കുന്നുണ്ട്. ആദിക്ക് വലിയ അപകടം സംഭവിക്കുന്ന സമയത്ത് ഇഷിതയാണ് അവനെ നോക്കുന്ന, ഇഷിതയാണ് കാണുന്നത്, ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആദിക്ക് ഇഷിതയുടെ അടുപ്പമൊക്കെ തോന്നുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ പുറകെ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ദിവസങ്ങളായിട്ട് ആ വിശേഷങ്ങളും കാണിക്കൂ കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ.
ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.